ഹലോ. നമ്മൾ ഇതിന് മുന്നേ എടുത്ത പൈത്തണിൻ്റെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താണ് പൈത്തൺ എന്നും പൈത്തൺ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നും പൈത്തണിൽ ഒരു ചെറിയ പ്രിൻ്റ് എങ്ങനെ എഴുതും, എങ്ങനെ ഒരു ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഇനി കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസും ഡാറ്റ ടൈപ്പും നമുക്കിന്ന് നോക്കാം. സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് വേരിയബിൾസൊക്കെ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. പക്ഷെ പൈത്തണിൽ എന്താണ് വേരിയബിൾസ്, എന്താണ് ഡാറ്റ ടൈപ്പ്? വേരിയബിൾസ് നമുക്കെല്ലാവർക്കും അറിയാം. സിയും C++ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും മാത്സ്, ചെറിയ ക്ലാസ്സുകളിൽ മാത്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ മാത്സിനകത്ത് നമ്മൾ അറിയാത്തൊരു സാധനത്തിന് വേരിയബിൾ എന്ന് വിളിക്കും. മോഹൻ്റെ കയ്യിൽ എക്സ് നമ്പർ ഓഫ് ആപ്പിൾ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെയൊക്കെയായിരുന്നു മാത്സിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാത്സിൽ അവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്നത് അതൊരു വേരിയബിളാണ്. അറിയാത്തൊരു നമ്പറിന് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സിനകത്ത് എന്തോ ഒരു നമ്പറുണ്ട്, ആ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മാത്സിലെ പ്രോബ്ലം. അതുപോലെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തേക്ക് വരുമ്പോൾ ഇവിടെയും നമ്മൾ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു വാല്യൂ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഉപയോഗിക്കും. അതെന്ത് വാല്യൂ ആയിക്കോട്ടെ, ഒരു വാല്യൂ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനൊരു പേരിട്ട് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഈ വാല്യൂ നമ്മുടെ മെമ്മറിയിൽ എവിടെയോ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ മെമ്മറിയിലുള്ള സ്റ്റോർ ചെയ്ത വാല്യൂവിനെ നമുക്ക് ആസ് എ പ്രോഗ്രാമർ നമുക്കത് എടുത്തുകൊണ്ട് വരാൻ അതിനൊരു പേര് വേണം. നമ്മളിങ്ങനെ ഓരോ ഷെൽഫിൽ വയ്ക്കുമ്പം ചിലപ്പം ലാബിലൊക്കെ ഒട്ടിക്കാറുണ്ട്. അതുപോലെ അതിനൊരു പേര് വേണം. അപ്പം നമ്മൾ ആ പേര് ഇടുന്ന അതാണ് നമുക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം ഒരു വേരിയബിൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മോഹൻ്റെ കയ്യിൽ എക്സ് നമ്പർ ഓഫ് ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പം എക്സ് എന്താണെന്ന് അറിയില്ല, തൽക്കാലം എക്സിലേക്ക് ഞാൻ 10 എക്സ് നമ്പർ ഓഫ് ആപ്പിൾ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ അന്ന് 10 ആപ്പിൾ മോഹൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. ഇനി ഈ എക്സ് കണ്ടുപിടിക്കുന്നതായിരുന്നു നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അത് പറഞ്ഞു തരുന്ന ആളെന്ത് പറഞ്ഞു തരുന്നില്ല, എക്സ് എന്താ, എക്സിലെ വാല്യൂ എന്താണെന്ന് പറഞ്ഞു തരുന്നില്ല. അപ്പം അതിനകത്ത് എന്തോ ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? സിമിലർലി പൈത്തണിലും ഇങ്ങനെ തന്നെയാണ്. നമുക്കൊരു വേരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഞാനിപ്പോൾ എക്സ് എന്ന് പറഞ്ഞു, നിലവിൽ എക്സിനകത്തൊരു വാല്യൂ 10 എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. അല്ലെങ്കിൽ ഏജ് അവിടെ ഇട്ടു. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും വന്നിട്ട് ഏജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ ഏജ് പ്രിൻ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പ്രിൻ്റ് എങ്ങനെയാണെന്ന് കണ്ടിരുന്നു അല്ലേ? നമുക്കൊന്നുകൂടെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഏജ് എന്ന് പ്രിൻ്റ് ചെയ്താൽ വന്നു അല്ലേ, 25. അപ്പോൾ നമ്മളൊരു വലിയ പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഈ ഏജ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഏജ് എന്ന് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എവിടെയോ ഏജ് വേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഏജ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏജിൻ്റെ വാല്യൂ കിട്ടും അല്ലേ? ഇപ്പോൾ 25 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ മെമ്മറിയിൽ എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെയാണ് വേരിയബിൾ. ഒരു വാല്യൂ മെമ്മറിയിൽ എവിടെയോ സ്റ്റോർ ചെയ്യുന്നു, അതിന് നമ്മളൊരു പേരിട്ട് വിളിക്കുന്നു. ഓക്കെ, ഇപ്പം സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, സി പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ ആദ്യം ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, പിന്നെ അതിനകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ പൈത്തണിനകത്ത് വരുമ്പം നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റെപ്പുകളൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിനകത്തേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഞാൻ ഏജ് എന്ന് നേരത്തെ എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടൊന്നുമില്ല. ഇതാണ് എൻ്റെ ഡിക്ലറേഷനും അസൈൻമെൻറ്റും എല്ലാം അല്ലേ? അപ്പം ഇതാണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പം ഈ വേരിയബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ അത് എന്ത് ടൈപ്പിലുള്ളതാണ് അല്ലേ? അത് ഇപ്പം ഞാൻ ഈ സ്റ്റോർ ചെയ്തത് ഒരു നമ്പറാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആവാം അത് സ്റ്റോർ ചെയ്യുന്നത്. അതൊരു മേ ബി നമ്പർ തന്നെ നമുക്കിപ്പം ഇതൊരു റൗണ്ടഡ് നമ്പറാണ്, ഇപ്പം റൗണ്ട് നമ്പറാണ് 30 എന്ന് പറയുന്നത്, റൗണ്ട് ഫിഗറാണ് അല്ലേ? ഞാൻ ഇതേ സംഭവം ഇനി 30.5 എന്നാക്കിയാലോ, അതൊരു ഡെസിമൽ നമ്പറായി അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ഓൾറെഡി ഏജിനകത്ത് നമ്മൾ 30 എന്ന് സ്റ്റോർ ചെയ്യുന്നു. നെയിം മോഹൻ എന്നായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ,
മോഹൻ എന്നുള്ളത് ഒരു സ്ട്രിങ്. അപ്പോൾ ഡബിൾ കോഡ്സിൽ നമ്മൾ സ്ട്രിങ് ഇടും. ഇത് സിംഗിൾ കോഡ്സിലിട്ടാലും പൈത്തണിൽ സ്ട്രിങ് തന്നെയാണ്. പൈത്തണിൽ സിംഗിൾ കോഡ്സിലിട്ടാലും ഡബിൾ കോഡ്സിലിട്ടാലും നെയിം എന്ന് പറയുന്നത് സ്ട്രിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി മോഹൻ്റെ ഹൈറ്റ് എത്രയാണെന്നറിയും? മോഹൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ഇഞ്ചസ് ആണ് അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെസിമൽ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ മോഹൻ്റെ ഹൈറ്റ് കളക്ട് ചെയ്തപ്പം ഹൈറ്റ് 5.9 ഇഞ്ചാണത്. ഡെസിമൽ വാല്യൂ ആയതുകൊണ്ട് ഞാൻ 5.9. അപ്പോൾ ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അല്ലേ. പൈത്തണിനകത്ത് നമ്മൾ ടൈപ്പ് സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. മറ്റ് പല പ്രോഗ്രാം ലാംഗ്വേജുകളിലും നമ്മൾ എന്ത് വേണം? ഈ വേരിയബിളിൻ്റെ ടൈപ്പ് ഏതാണെന്ന് പറയണം. ഞാൻ നേരത്തെ സിയുടെ കേസ് പറഞ്ഞു. സിയിൽ ഏജ് എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റീജറാണ്. അപ്പം ഇൻറ്റ് ഏജ് എന്ന് ആദ്യം ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഏജിനകത്തേക്ക് വാല്യൂ ഇടാൻ. ഇവിടെ നമ്മൾ ഇൻറ്റ് എന്നോ ഡെസിമൽ എന്നോ ഒന്നും ഇവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ പൈത്തണിന് അവൻ സ്വയം മനസ്സിലാക്കിയെടുത്തു എന്ത്? 30 എന്ന് പറയുന്ന നമ്പർ അതൊരു ഇൻറ്റീജർ, ഒരു നമ്പറാണ്. ഈ തന്നേക്കുന്ന വാല്യൂ 30 എന്ന് പറയുന്ന വാല്യൂ അതൊരു നമ്പറാണ്. അപ്പം ഏജ് എന്ന് പറയുന്നതിൻ്റെ ഡാറ്റ ടൈപ്പ് അവൻ ഓട്ടോമാറ്റിക്കലി എന്താക്കി? ഇൻറ്റീജറാക്കി അല്ലേ. നെയിം എന്ന് പറയുന്നത് മോഹൻ, നെയിം ഈക്വൽ ടു മോഹൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്തു? മോഹൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. സോ നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പും എന്ത് വേണം? സ്ട്രിങ് വേണമെന്ന് അങ്ങ് തീരുമാനിച്ചു. നമുക്കിതൊക്കെ എങ്ങനെ ടൈപ്പ് തിരിച്ചറിയാൻ പറ്റുമെന്നറിയോ? ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട് പൈത്തണിനകത്ത്. ഓക്കെ, ഇത് ഏജ്, ടൈപ്പ് ഓഫ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാണിച്ചു തരും. ഇൻറ്റാണ് അവൻ്റെ ടൈപ്പ്. ടൈപ്പ് ഓഫ് നെയിമോ അത് STR ആണ്. സ്ട്രിങ് എന്നതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് STR. എന്നാൽ ടൈപ്പ് ഓഫ് ഹൈറ്റോ അത് ഫ്ലോട്ടാണ്. ഡെസിമൽ, ഫ്ലോട്ട്, ഇത് രണ്ടും നമ്മൾ ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് ടൈപ്പുകളാണ് ഡെസിമലും ഫ്ലോട്ടും. അതൊക്കെ തമ്മിൽ ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ പൈത്തണിൽ വേരിയബിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എന്തൊക്കെയാണ് ഡാറ്റ ടൈപ്പുകൾ എന്ന് കണ്ടു അല്ലേ. പൈത്തൺ ഞാൻ പറഞ്ഞു ഒരു നമ്മൾ ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതിന് നമ്മൾ ഡൈനാമിക് ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡൈനാമിക് ടൈപ്പിംഗ് എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ ഒന്നിനും ഒരു ഫിക്സഡ് ടൈപ്പില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഇൻറ്റ് എ എന്ന് നമ്മൾ പിന്നെ C പ്രോഗ്രാമിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻറ്റീജറാണ്. അതിന് നമുക്ക് പിന്നെ മാറ്റാൻ പറ്റില്ല. ഇവിടെ ഡൈനാമിക് ടൈപ്പിംഗ് ആണ്. ഏജ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞപ്പം ഏജ് ഈക്വൽ ടു എന്തായി? അതൊരു ഇൻറ്റീജർ. ടൈപ്പ് ഓഫ് ഏജ് എന്താണ്? ഇപ്പോൾ ടൈപ്പ് ഓഫ് ഏജ് എന്താണ്? ഇൻറ്റീജറാണ്. ഇനി ഇതേ ഏജിനകത്തേക്ക് ഞാൻ രാഹുൽ എന്ന് പറയുന്ന പേരാണ് മാറ്റിക്കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോഴും ഇൻ്റാണോ എന്നുള്ളത് നോക്കാം. ടൈപ്പ് എന്താണ്? അത് STR ആയി മാറി. സെയിം ഏജിൻ്റെ ടൈപ്പ് STR ആയി മാറി, സ്ട്രിങ് ആയി മാറി. അപ്പം ഇത് എന്താണ്? ഡൈനാമിക് ടൈപ്പിംഗ് ആണ്. പൈത്തൺ ഒരു ഡൈനാമിക് ടൈപ്പിംഗ് ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. നമുക്ക് സിയിലൊക്കെ ആണെങ്കിൽ ഒരു ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വേറൊരു ടൈപ്പിലുള്ള വാല്യൂ അസൈൻ ചെയ്താൽ എറർ അടിക്കും അല്ലേ. ഇത് പൈത്തൺ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ വേരിയബിളിൻ്റെ ടൈപ്പ് അങ്ങ് മാറ്റും. ഇതാണ് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇത് ഡൈനാമിക് ടൈപ്പിംഗ് ആണ്. ഇനി നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ടൈപ്പ് നമ്മൾ പറയേണ്ട, ഞാൻ ഒരു പൈത്തൺ പ്രോഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ചിലതിൽ ടൈപ്പ് കണ്ടല്ലോ. ടൈപ്പ് പറയാൻ ഇന്ന് ഓപ്ഷൻ ഉണ്ട്. അത് ഒരു മാൻഡേറ്ററി അല്ല, അതൊരു സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് ആണ് പൈത്തണിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പം നമുക്ക് പൈത്തണിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളത് നോക്കാം. ഞാൻ നിലവിൽ കാണിച്ചു. ഇൻറ്റീജർ എന്ന് പറയുന്ന ടൈപ്പ് നമുക്കുണ്ട് അല്ലേ. ഇൻറ്റീജർ എന്ന് പറയുന്ന ടൈപ്പ് നമുക്കുണ്ട്. STR എന്ന് പറയുന്ന ടൈപ്പ് നമുക്കുണ്ട്. പിന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് കാണിച്ചു. ഫ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. അതുപോലെ ബൂളിയൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ, ബൂളിയൻ നമ്പർ അല്ല, ബൂളിയൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ബൂൾ എന്ന് പറയുന്നൊരു ടൈപ്പ് ഉണ്ട്. ബൂളിയൻ എന്താ? എയ്തർ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഒന്നുകിൽ ട്രൂ ആണ് അല്ലെങ്കിൽ ഫാൾസ് ആണ്. ട്രൂ എന്നുള്ളതിന് നമുക്ക് ട്രൂ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ട്രൂ ആണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ട്രൂ എന്ന് പറയുന്നത് ബൂളിയനാണ്. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫാൾസോ
അതും ബൂളിയനാണ്. ട്രൂ ഫാൾസ് എന്ന് പറയുന്നത് രണ്ട് പ്രീഡിഫൈൻഡ് കീവേഡ്സ് ആണ് പൈത്തണിൽ. അത് ബൂളിയൻ ഡാറ്റ ടൈപ്പിലുള്ള കീവേഡ്സ് ആണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ കളക്ഷൻ ഡാറ്റ ടൈപ്സ്, അത് നമ്മളിപ്പം ഈ പറഞ്ഞ ടൈപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ഡാറ്റ ടൈപ്സ് ആണ്. ഇതിനെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് വരുമ്പോൾ കളക്ഷൻ ഡാറ്റ ടൈപ്സ്. അപ്പം നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ലിസ്റ്റിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇവിടെ 1, 4, 6, 5 ഇത് ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ടൈപ്പും എന്താണ്? ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമുക്ക് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്താണ്? ലിസ്റ്റാണ്. നേരത്തെ ഞാൻ വേറൊരു രീതിയിൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്തിരുന്നു. ഇങ്ങനെ ലിസ്റ്റാക്കിയിട്ട് ഒരു എംപ്റ്റി ലിസ്റ്റ് നമുക്കിപ്പോൾ കിട്ടി. ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. അതും എന്താണ്? നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ടൈപ്പ് എന്താണ്? ലിസ്റ്റാണ്. ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ലിസ്റ്റാണ്, സംശയമൊന്നുമില്ല. ഇനി നമുക്ക് ഇതുപോലെ ടപ്പിൾ എന്ന് പറയുന്ന വേറൊരു കളക്ഷൻ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ടപ്പിൾ എന്ന് പറയുമ്പം അതും എങ്ങനെ തന്നെയാണെന്നറിയോ? ഇപ്പം നമ്പേഴ്സ് നമ്മൾ മറ്റത് സ്ക്വയർ ബ്രാക്കറ്റിനകത്താണെങ്കിൽ ഇതെന്താണ്? നമ്മുടെ പാരന്തസിസ്, നമ്മുടെ നോർമൽ ബ്രാക്കറ്റ് ഇതിനകത്താണ് നമ്മൾ ഇടുന്നത്. ഇത് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ടൈപ്പ് എന്താണ്? ടപ്പിളാണ്. നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് എന്നും ഡിഫൈൻ ചെയ്തു, ടപ്പിൾ എന്നും ഡിഫൈൻ ചെയ്തു. എന്താണ് ലിസ്റ്റും ടപ്പിളും തമ്മിലുള്ള വ്യത്യാസം അറിയാം? ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മ്യൂട്ടബിളാണ്. ഓക്കെ. ടപ്പിൾ എന്ന് പറയുന്നത് എന്തല്ല? മ്യൂട്ടബിൾ അല്ല, അത് ഇമ്മ്യൂട്ടബിൾ കളക്ഷനാണ്. ഓക്കെ. എന്താണ് മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും? നമുക്ക് നേരത്തെ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കാം. ഓക്കെ. നമ്പേഴ്സ് ലിസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് നമ്പേഴ്സ് എല്ലാം ഇട്ടിട്ട് ഞാൻ പുതിയൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഇതിനകത്ത് ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇടുന്നു. പ്രിൻ്റ് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്തു. നമുക്ക് ചുമ്മാ നമ്പേഴ്സ് ഇവിടെ കൊടുത്താൽ വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് അറിയാം, ഇത് നമ്മൾ ഇൻട്രാക്റ്റീവ് ഷെല്ലാണ്. ഇനി ഈ നമ്പേഴ്സിൽ എനിക്ക് അതിൽ ആദ്യത്തെ നമ്പർ മാത്രമാണ് എടുക്കേണ്ടതെങ്കിലോ, ഈ ഒന്നാമത്തെ എലമെൻറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കതിൻ്റെ ഇൻഡെക്സ് വെച്ചെടുക്കാം. ഇൻഡെക്സ് നമുക്ക് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുകയെന്നറിയോ? ഫസ്റ്റ് ഇൻഡെക്സിന് നമ്മൾ 0 എന്നാണ് തുടങ്ങുക. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഫസ്റ്റ് ഇൻഡെക്സ് നമ്മളൊരു അരയിലെ ഒരു ലിസ്റ്റിൽ വാല്യൂ എടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് എന്താണ്? 0 ആയിരിക്കും. 0th ഇൻഡെക്സ്, 1 എന്നല്ല നമ്മൾ പറയുക, 0th ഇൻഡെക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇതാണ് ഒന്നാമത്തെ ഇൻഡെക്സ്. ഇൻഡെക്സ് എന്താണ്? ഒന്നാമത്തെ ഇൻഡെക്സ്. അപ്പം ഇനി നമ്പേഴ്സ് ഓഫ് എല്ലിൽ നമ്പേഴ്സ് എൽ എന്ന് പറയുന്ന ലിസ്റ്റിനകത്തുനിന്ന് നമുക്ക് എന്ത് വേണം? ആ രണ്ടാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ഇൻഡെക്സ് 1 ആണ് അല്ലേ? 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു തരും അതിനകത്ത് രണ്ടാമത്തെ നമ്പറിന് 3 എന്ന് പറയുന്ന വാല്യൂ ആണ് അവിടെ ഉള്ളത്. ഒന്നാമത്തെ നമ്പർ വേണമെങ്കിൽ എന്ത് വേണം? 0 വേണം. അപ്പം അതിനകത്ത് 1 എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്. ഇനി ഇതേ സാധനം നമ്മൾ ടപ്പിളാക്കുന്നു. ഓക്കെ. ടപ്പിളാക്കി കഴിയുമ്പം ഞാനിവിടെ വേറെ കുറച്ച് വാല്യൂ കൊടുക്കുന്നു. ഞാൻ പുതിയൊരു ടപ്പിൾ ഡിഫൈൻ ചെയ്തു. ഈ ടപ്പിളിനകത്ത് ഞാനിപ്പോൾ നമ്പേഴ്സ് ഓഫ് ടി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വന്നു. ഇനി നമ്പേഴ്സ് ഓഫ് ടിയും നമ്പേഴ്സ് ഓഫ് എല്ലും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റിലാണ്, അതെന്താണ്? ലിസ്റ്റാണ്. മറ്റത് ടപ്പിളാണ്. ഇത് തമ്മിലൊരു ചില വ്യത്യാസങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ലിസ്റ്റ് നമുക്ക് എന്താണ്? മ്യൂട്ടബിളാണ്, മറ്റത് ഇമ്മ്യൂട്ടബിളാണ്. നമ്പേഴ്സ് ഓഫ് ടിക്കകത്തുനിന്ന് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒന്നാമത്തെ ഇൻഡെക്സിലുള്ള വാല്യൂ എന്താ? 5 ആണ്. നമ്പേഴ്സ് ഓഫ് എല്ലിൻ്റെ ഒന്നാമത്തെ ഇൻഡെക്സിലുള്ള വാല്യൂ അത് 3 ആണ്. ഓക്കെ. ഞാൻ നമ്പേഴ്സ് ഓഫ് എല്ലിൻ്റെ ഒന്നാമത്തെ ഇൻഡെക്സിലുള്ള വാല്യൂ നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയ 3 ആണ്. അത് ഞാൻ 15 ആക്കി മാറ്റുന്നു. ഓക്കെ. ഇനി നമ്മൾ നമ്പേഴ്സ് ഓഫ് എല്ല് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 15, 5, 6 ആയി. നേരത്തെ എന്തായിരുന്നു? 1, 3, 5, 6 ആയിരുന്നു. ഇപ്പോൾ അത് 1, 15, 5, 6 ആയി. ഇത് ലിസ്റ്റിനകത്ത്. ഇനി ഇതേ സംഭവം നമ്മൾ നമ്പേഴ്സ് ഓഫ് ടി ഓഫ് 1 അത് 5 ആണ്. 0 കഴിഞ്ഞ് ഒന്നാമത്തെ ഇൻഡെക്സിനകത്തുള്ള വാല്യൂ.
അല്ലേ? 5 നമ്പേഴ്സ് ഓഫ് ടിയിലെ വാല്യൂ എന്താണ്? 5 അല്ലേ? നമ്മൾ ഈ 5 അവിടെ എടുത്തത്. ഈ 5 നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ 1 പറഞ്ഞപ്പോൾ ഇവിടെ കിട്ടിയത്. നേരത്തെ നമ്മളിവിടെ 3 ലിസ്റ്റിനകത്ത് 3 പറയുന്ന വാല്യൂ ആയിരുന്നു ഇവിടെ കിട്ടി. അതൊന്ന് ഞാൻ ലിസ്റ്റിനകത്ത് 5 പറയുന്ന വാല്യൂ ഇവിടെ കിട്ടി. അത് നമ്മൾ ഓവർ റൈഡ് ചെയ്ത് അതിനകത്ത് അതിനെ മാറ്റി 15 റീപ്ലേസ് ചെയ്തു. ഇനി ഇവിടെ ഉണ്ടല്ലോ നമ്പേഴ്സ് ഓഫ് ടി, ഇതിനകത്ത് 1ാമത്തെ ഇൻഡെക്സിലെ 5 പറയുന്ന വാല്യൂവിനെ ഞാൻ 19 റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. ഇതാണെന്ത്? ഇത് ലിസ്റ്റും ടപ്പിളും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം. കാരണം ലിസ്റ്റ് എന്താണ്? മ്യൂട്ടബിളാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാം. ടപ്പിൾ എന്തല്ല? മ്യൂട്ടബിൾ അല്ല, അത് ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. എന്താണ്? ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട് ടപ്പിളിനകത്ത്. ഓക്കെ, ഇനി നമുക്ക് ഡിക്ഷണറി എന്ന് പറയുന്ന വേറൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുറേ ഡിക്ഷണറിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്താ ഡിക്ഷണറി? ഡിക്ഷണറിക്കകത്ത് നമുക്ക് ഇപ്പം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, അതിനകത്ത് എന്താ ഉണ്ടായിരുന്നത്? ഒരു ഇംഗ്ലീഷ് വാക്കുണ്ടാവും, അല്ലേ? ആ ഇംഗ്ലീഷ് വാക്കിൻ്റെ അപ്പുറത്ത് എന്താ ഉണ്ടാവുക? അതിൻ്റെ മലയാളം അർത്ഥം ഉണ്ടാവും. അപ്പം ഒരു വാക്ക് അതിൻ്റെ ഒരു അർത്ഥം. ചില വലിയ ഡിക്ഷണറികളിൽ അതിൻ്റെ കുറേ വിവരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ചെറിയൊരു ഡിക്ഷണറിയിൽ എന്താ ഉണ്ടാവുക? ഒരു വാക്ക് അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ഒരു കീ അതിൻ്റെ ഒരു വാല്യൂ. നമ്മൾ നേരത്തെ വേരിയബിൾ എന്ന് പറഞ്ഞപ്പോഴും ഒരു നെയിം അതിനൊരു വാല്യൂ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഡിക്ഷണറിയിൽ നമുക്ക് ഒരു കീ ഒരു വാല്യൂ. അപ്പോൾ അങ്ങനത്തെ കുറേ കീ വാല്യൂ പെയേഴ്സ്, ഒരു കീ വാല്യൂ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിക്ഷണറിക്കകത്ത്. അങ്ങനത്തെ കുറേ കീ വാല്യൂ പെയേഴ്സ് ഉണ്ടാകുമ്പോഴെന്താണ് ഒരു ഡിക്ഷണറി ഉണ്ടാവുക, അല്ലേ? എങ്ങനെയാണ് ഒരു ഡിക്ഷണറി ഉണ്ടാവുക? ഒരു ഡിക്ഷണറി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നറിയോ? ഈ സാധനം വെച്ചിട്ടാണ്. ഡാറ്റ എന്ന് ഞാൻ എൻ്റെ ഡിക്ഷണറിക്ക് പേര് കൊടുക്കാം. നമ്മളെ കീ എന്താണെന്നറിയോ? നെയിം എന്ന് പറയുന്ന കീയിൽ ഞാൻ ഇടുന്നു എന്ത്? നമ്മുടെ പേരെന്തായിരുന്നു? മോഹൻ. ഓക്കെ, മോഹൻ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. വേറൊരു കീ ഇടുന്നു ഞാൻ എന്ത്? ഏജിനകത്ത് എന്താ വാല്യൂ എന്നറിയോ? മോഹൻ്റെ വയസ്സ് എത്രയായിരുന്നു? 25. അതിനെന്ത് വേണ്ട? കോഡ്സ് വേണ്ട. കോഡ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താവും? സ്ട്രിങ് ആവും. നമുക്ക് കോഡ്സ് വേണ്ട. പിന്നെ നമ്മളെന്താ വാല്യൂ നേരത്തെ എടുത്ത്? ഹൈറ്റ് ഉണ്ടായിരുന്നു മോഹൻ്റെ. ഹൈറ്റിൻ്റെ വാല്യൂ എന്താണ്? 5.9 ഫീറ്റ്, അല്ലേ? 5.9 ഫീറ്റാണ് നമ്മൾ മോഹൻ്റെ ഹൈറ്റ് എടുത്തത്. ഞാൻ ഇങ്ങനെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ടൈപ്പ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് നോക്കാം. അത് ഡിക്റ്റാണ്. അതൊരു ഡിക്ഷണറിയാണ്. അപ്പം നമ്മൾ ഡാറ്റ എന്ന് ഇവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ നേരത്തെ കൊടുത്ത പോലെ അതിനകത്ത് നെയിം മോഹൻ, ഏജ് 25, ഹൈറ്റ് എന്താണ്? 5.9, അല്ലേ? ഇനി ഡാറ്റയ്ക്കകത്ത് നമ്മൾ നേരത്തെ ഇൻഡെക്സ് കൊടുത്തില്ലേ? ഏത് ലിസ്റ്റിനകത്തു നിന്നും ടപ്പിളിനകത്തൊക്കെ ഇൻഡെക്സ് കൊടുത്തിട്ട് എടുത്തില്ലേ വാല്യൂ? ഒരു സ്ക്വയർ ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇൻഡെക്സ് കൊടുത്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ ഇൻഡെക്സ് അല്ല ഉള്ളത്, പകരം എന്താ ഉള്ളത്? ഇവിടെ കീ വാല്യൂ പെയേഴ്സാണ്. അപ്പോൾ ഇവിടെ കീ എന്ന് പറയുന്നത് എന്താണ്? നെയിം എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ആ ഡിക്ഷണറിക്കകത്ത് നെയിം എന്ന് പറയുന്ന കീയുടെ വാല്യൂ എന്താണ്? അത് മോഹനാണ്. മോഹൻ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് അതിനകത്തുള്ള വാല്യൂ. അപ്പോൾ നമ്മൾ ഡാറ്റ ഓഫ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ മോഹനാണ്. ഡാറ്റ ഓഫ് ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? അത് 25, അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയില്ലേ? ഈ സ്ട്രിങ് ഇപ്പോൾ പല ടൈപ്പ് നമ്മളിങ്ങനെ പറഞ്ഞു. ഡാറ്റയിലെ കീ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ് കൊടുത്തു, ഏജ് പിന്നെ വാല്യൂ എന്ത് കൊടുത്തു? പലത് കൊടുത്തു. അത് സ്ട്രിങ് കൊടുത്തു, പിന്നെ ഇൻറ്റീജർ കൊടുത്തു, ഫ്ലോട്ട് കൊടുത്തു, അല്ലേ? കീ നമുക്ക് എന്ത് പറ്റുള്ളൂ? സ്ട്രിങ് മാത്രമേ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവണം. അപ്പം ഞാനിത് മാറ്റിയിട്ട് നമുക്ക് ഈ ഡാറ്റയിൽ വേറൊരു ഡിക്ഷണറി ഉണ്ടാക്കാം.
എങ്ങനെ നമുക്ക് കീ എന്ന് പറയുന്നത് ഇൻറ്റീജറാക്കി നോക്കാം. വർക്ക് ചെയ്യുമെന്ന് അറിയണ്ടേ അല്ലേ? ഇവിടെ ഞാൻ വീണ്ടും മോഹൻ എന്ന് കൊടുക്കുന്നു. കീ എന്ന് പറയുന്നത് 1 അതിൻ്റെ വാല്യൂ മോഹനാണ്. രണ്ടാമത്തെ കീ എന്ന് പറയുന്നത് 2 അല്ലേ? അതിന് വാല്യൂ ഞാൻ രാഹുൽ എന്ന് കൊടുക്കുന്നു. അവിടെ എററൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് വാല്യൂ ഉണ്ടാവുമായിരിക്കും അല്ലേ? നോക്കാം. ഉണ്ട്. അപ്പം 1 എന്ന് പറയുന്ന കീയിൽ മോഹൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തു. 2 എന്ന് പറയുന്ന കീയിൽ രാഹുൽ. ഇപ്പം നേരത്തെ ഇൻഡെക്സ് കൊടുത്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്പർ കൊടുത്തിട്ട് ആക്സസ് ചെയ്യാം. കാരണം നമ്മുടെ കീ എന്തായി? ഇൻറ്റീജറായി. അപ്പോൾ കീക്ക് അങ്ങനെ ഡാറ്റ ടൈപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് മനസ്സിലായല്ലേ? ഇനി ഇപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ 1 മോഹൻ എന്നിട്ടു, 2 രാഹുൽ എന്നിട്ടു, മൂന്നാമത്തത് ഒരാളെയും കൂടെ എനിക്ക് അതിനകത്ത് കയറ്റണം എന്ന് വിചാരിക്കും. നടക്കുമോ? സുരേഷ് എന്നുള്ള പേരും കൂടെ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ സുരേഷ് വന്നു. ഇനിയിപ്പോൾ ഡാറ്റ ഓഫ് 3 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സുരേഷ് എന്ന പേര് നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഡിക്ഷണറി ഉണ്ടാക്കാൻ പറ്റി. ഇനി സെറ്റ് എന്ന് പറയുന്ന ടൈപ്പ്. സെറ്റ് എന്ന് പറയുന്ന ടൈപ്പ് എന്താണ്? സെറ്റ് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. സെറ്റ് എന്താണ്? അത് യുണീക്കായിട്ടുള്ള ഡാറ്റ കളക്ഷനാണ്. അതിനകത്ത് എന്തുണ്ടാവില്ല? ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ നമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് ഉണ്ടാക്കിയില്ലേ? ഇവിടെ 1, 15, 5, 6 നമ്പേഴ്സിലേക്ക് നമ്മളിപ്പോൾ ഡിക്ഷണറിയിലേക്ക് പുതിയ പേര് ആഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അല്ലേ? നമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് നമുക്ക് പുതിയ പേര് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുക? പല രീതിയിൽ പറ്റും കേട്ടോ. നമ്പേഴ്സിനകത്തേക്ക് നമുക്ക് പുതിയൊരു നമ്പർ ആഡ് ചെയ്യാം. എന്താ നമ്പർ? അതിനകത്തുള്ള 15 തന്നെ ആയിക്കോട്ടെ. ഇപ്പം നമ്പേഴ്സിനകത്ത് എത്ര 15 ഉണ്ടാവും? നമ്പേഴ്സിനകത്ത് 2 15 ഉണ്ട്. ഉണ്ടോ? 1, 15, 5, 6 പിന്നെയും ഒരു 15 ഉണ്ട്. ഇനി നമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് നമുക്ക് വേറെയും രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. 25. ഇപ്പം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിൻ്റെ 1ാമത്തെ ഇൻഡെക്സിലേക്ക് നമ്മൾ 25 എന്ന് പറയുന്ന വാല്യൂ ആഡായി. എന്താ സംഭവിച്ചത്? നമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് ഇവിടെ എന്തായിരുന്നു? അതിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു 1, 15, 5, 6. അതിലേക്ക് നമ്മൾ 15 എന്ന് പറയുന്ന നമ്പർ ഒന്നുകൂടെ ആഡ് ചെയ്തപ്പോൾ 1, 15, 5, 6, 15 ആയി അതിൻ്റെ വാല്യൂ. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഇൻസേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചു. നമ്പേഴ്സ് എൽ എന്ന് പറയുന്ന ലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട്. നേരത്തെ നമ്മൾ ഉപയോഗിച്ചത് അപ്പൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തേക്ക് നമ്മൾ ഒരാളെയും കൂടെ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചു. ഇൻസേർട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നടുക്കൊരാൾ, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ തിയേറ്ററിൽ ക്യൂ വെക്കുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഒരുത്തൻ നൊയഞ്ഞ് കയറൂലേ? അതുപോലെ ഇവിടെ ഒരുത്തന്നെ നമ്മളങ്ങ് നൊയഞ്ഞ് കയറുകയാണ്. എന്താണ്? 1ാമത്തെ ഇൻഡെക്സിലേക്ക് 25 എന്ന് പറയുന്ന നമ്പർ അങ്ങ് നൊയഞ്ഞ് കയറി. അപ്പോൾ ഇതിൻ്റെ ഓർഡർ അങ്ങ് മാറിയല്ലേ? 1, 25, 15, 5 മാറി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഞാനിത് പറഞ്ഞു വന്നത് നമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്തിപ്പം 2 15 ഉണ്ട്. എന്നാൽ സെറ്റിനകത്ത് എന്ത് പറ്റില്ല? സെറ്റും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ സെറ്റിനകത്ത് എന്ത് പറ്റൂല? ഞാനൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാം. നമ്പേഴ്സ് എസ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഡിഫൈൻ ചെയ്യാം. നമുക്കിങ്ങനെ സെറ്റിനകത്തേക്ക് വാല്യൂ കൊടുക്കാം. ഇതൊരു ലിസ്റ്റായിട്ട് പാസ് ചെയ്യാം. 5. ഇനി ഇവിടെ ഒരു 3 കൂടെ ഞാൻ 2, 3 കൊടുക്കുക അല്ലേ? ഞാനിവിടെ സെറ്റ് ഡിഫൈൻ ചെയ്തപ്പോൾ 1, 3, 4, 5, 3. 2, 3 ഉണ്ട്. ഇനി നമ്മൾ നമ്പേഴ്സ് ഓഫ് എസ്സിൽ എന്താ വാല്യൂ ഉള്ളതെന്ന് നോക്കാം. എന്താ 1, 3, 4, 5. അവിടെ രണ്ടാമതൊരു 3 കൂടെ നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ എന്തായില്ല? അവനെ കാണാനില്ല. അതങ്ങ് പോയി. നമുക്ക് സെറ്റിലേക്ക് വേറെ രീതിയിലും കൂടെ വാല്യൂ അസൈൻ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? നമ്പേഴ്സ് ഓഫ് S2 എന്താണ്? S2 ഇങ്ങനെയും കൊടുക്കാം. 3,
5 4 3 2 5. ഞാനിവിടെ 2 3 2 5 അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വാല്യൂ വരുമ്പോൾ എന്താ വരിക നോക്കാം. നമ്പേഴ്സ് ഓഫ് S2 പോയി അല്ലേ. അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അവൻ കളഞ്ഞു. അവന് ഒരു പേരിൽ 2 ഇഷ്ടമല്ല. നമ്മൾ മറ്റേ സിനിമയിൽ ഇന്നസെൻ്റ് പറയുന്നുണ്ടല്ലോ, ഡബിള്. ആ ഡബിൾ പരിപാടി ഇവിടെ നടക്കില്ല. ഇവിടെ ഒരാൾ മതി, ഒരു പേരിൽ ഒരാൾ മതി ഇവിടെ അല്ലേ. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്ന് പറയുന്ന പരിപാടി എന്തില്ല, സെറ്റിനകത്ത് നടക്കില്ല. പക്ഷേ ലിസ്റ്റിനകത്ത് ആ പരിപാടി നടക്കും. സെറ്റിനകത്ത് അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പം ഇതൊക്കെയാണ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് ഡാറ്റ ടൈപ്പുകൾ. ബേസിക് ഡാറ്റ ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു. ഇൻറ്റീജർ പറഞ്ഞു, ഫ്ലോട്ടിംഗ് പോയിൻ്റ് പറഞ്ഞു, സ്ട്രിങ് പറഞ്ഞു, ബൂളിയൻ പറഞ്ഞു, പിന്നെ ലിസ്റ്റ് പറഞ്ഞു, ടപ്പിൾ പറഞ്ഞു, ഡിക്ഷണറി പറഞ്ഞു, സെറ്റ്സ് പറഞ്ഞു. ഇതിനകത്തൊക്കെ ഇനി ഒരുപാട് ഓപ്പറേഷൻസ് ഇനിയും പറ്റും കേട്ടോ. ഡാറ്റ ടൈപ്പിനകത്ത് നമ്മളിപ്പം നമ്പേഴ്സ് ലിസ്റ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞു, വേറൊരു മെത്തേഡ് അപ്പൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു, ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഡിക്ഷണറിക്കകത്തേക്ക് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ വേറെ മെത്തേഡ് പറഞ്ഞു. ഇതിനകത്തൊക്കെ ഇനിയും ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. പല രീതിയിൽ പല ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് വഴിയേ നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഡാറ്റ ടൈപ്പ് എന്താണ്, വേരിയബിൾ എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അത് നമ്മളിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. ഇനി നമുക്ക് ഞാൻ നേരത്തെ ഇപ്പം നമ്മൾ ഏജിൻ്റെ കേസിൽ ഇപ്പം ഏജ് എന്താണ്, ഏജിൻ്റെ വാല്യൂ രാഹുലാണ് അല്ലേ. ടൈപ്പ് ഓഫ് ഏജ് എന്താണ്, സ്ട്രിങ് ആണ്. ഞാൻ വീണ്ടും ഏജ് എന്ന് പറയുന്നതിന് 25 കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഏജ് എന്തായി, ടൈപ്പ് ഓഫ് ഏജ് എന്ന് പറയുന്നത് വീണ്ടും ഇൻറ്റീജറായി. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സ്ട്രിങ്ങും ഇൻറ്റീജറും തമ്മിൽ ആഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നെയിം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. നെയിം മോഹനാണ്. മോഹൻ്റെ ഏജ് ഞാൻ ആഡ് ചെയ്താൽ എന്താവും, എറർ അടിക്കും. എന്താ എറർ അറിയോ, ക്യാൻ ഓൺലി കോൺകാറ്റിനേറ്റ് സ്ട്രിങ് നോട്ട് ഇൻറ്റീജർ. അപ്പം ഇത് രണ്ട് ടൈപ്പ്. അവരെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, അടിയാണ്. കണ്ടാൽ അടിയാണ്, തമ്മിൽ കണ്ട അടിയാണ്. അപ്പം നമുക്ക് എന്ത് പറ്റില്ല, ഇവന്മാരെ തമ്മിൽ ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഒന്നെങ്കിൽ ഇവൻ ഇങ്ങോട്ട് മാറണം, ആര്, സ്ട്രിങ് ഇൻറ്റീജർ ആവണം, അല്ലെങ്കിൽ ഇൻറ്റീജർ സ്ട്രിങ് ആവണം, എന്നാലേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മോഹനെ നമുക്ക് ഇൻറ്റീജർ ആക്കാൻ പറ്റുമോ, മോഹനെ നമ്പറാക്കി മാറ്റാൻ പറ്റുമോ, പറ്റൂല. അപ്പം നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താ, ഇൻറ്റീജറിനെ സ്ട്രിങ് ആക്കി മാറ്റാം. അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഏജ് എന്ന് പറയുന്നത് ഇപ്പം എന്താണ്, ഇൻറ്റീജറാണ്. ടൈപ്പ് ഓഫ് ഏജ് എന്താണ്, ടൈപ്പ് ഓഫ് ഏജ് എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏജിനെ സ്ട്രിങ് ആക്കി മാറ്റാം. അതിന് നമുക്ക് str എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. str ഓഫ് ഏജ് എന്ന് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ അന്നേരം മാറും. ഇനി നമുക്ക് ടൈപ്പ് നോക്കാം. ടൈപ്പ് എന്തായി, str ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെയിം പ്ലസ് എന്താണ് ഏജ്. നേരത്തെ എറർ അടിച്ചാലേ, ഇനി എറർ അടിയോ നോക്കാം. അടിച്ചില്ല. കാരണം എന്തായി, ഇവർ ഇപ്പം നല്ല ചേർച്ചയിലാണ്, പഴയ പോലെയൊന്നുമല്ല. 10ൽ 10 പൊരുത്തം. 10ൽ 10 പൊരുത്തത്തിൽ എന്തായി, മോഹനും 25 അങ്ങ് ചേർന്നിരുന്നു അല്ലേ. അപ്പം നമ്മൾ രണ്ടുപേരെ ഡാറ്റ ടൈപ്പ് ആക്കി വെച്ചു. ഇനി തിരിച്ച് ഇപ്പോൾ ഏജിൻ്റെ ടൈപ്പ് എന്താ, ടൈപ്പ് ഓഫ് ഏജ് എന്താണ്, ടൈപ്പ് ഓഫ് ഏജ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഇനി തിരിച്ച് ഇൻറ്റീജർ ആക്കണമെങ്കിലോ, ടൈപ്പ് ഏജ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഏജ് അല്ലേ. ഏജിനടുത്ത് ഇൻറ്റീജർ ആക്കിയിട്ട് അവിടെ സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇനിയിപ്പോൾ ടൈപ്പ് എന്തായി, ഏജ്. ഇനിയിപ്പോൾ നെയിം പ്ലസ് ഏജ് നടക്കുമോ, നെയിം പ്ലസ് ഏജ് നടക്കുമോ, നടക്കൂല. കാരണം ഇപ്പോൾ വീണ്ടും അടിയോടടി അല്ലേ, അവർ തമ്മിക്കണ്ട പ്രശ്നമാണ്. അപ്പം അവർ തമ്മിൽ ചേരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെന്ത്, ടൈപ്പ് കൺവേർഷൻ അല്ലേ. നമുക്ക് ചില സമയത്ത് ടൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. നമുക്ക് നേരത്തെ വേറൊരു വാല്യൂ ഉണ്ടായിരുന്നല്ലോ, ഹൈറ്റിൻ്റെ ടൈപ്പ് എന്തായിരുന്നു നമ്മുടെ, ഹൈറ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഫ്ലോട്ടായിരുന്നു. ഇവനെടുത്ത് നമുക്ക് ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ,
നോക്കാം. ഹൈറ്റ് ഈക്വൽ ടു ഫ്ലോട്ടിൽ നിന്ന് നമുക്ക് ഇൻറ്റീജർ ആക്കിയാലോ? ഇൻറ്റീജർ ആക്കി നോക്കാം. ഫ്ലോട്ടിൽ നിന്ന് ഇൻറ്റീജർ ആക്കി നോക്കാം. ഫ്ലോട്ടിൽ നിന്ന് ഇൻറ്റീജർ ആക്കുമ്പോൾ ഇൻറ്റോ ഓഫ് ഹൈറ്റ് വിളിച്ചു. എററൊന്നും അടിച്ചിട്ടില്ല, അപ്പോൾ കൺവേർട്ട് ആയിട്ടുണ്ടാവില്ലേ. നമുക്ക് ടൈപ്പ് എന്താണെന്ന് നോക്കാം. അത് ഇൻറ്റീജറായി. അപ്പോൾ ഫ്ലോട്ടിന് ഇൻറ്റീജർ ആക്കാൻ കുഴപ്പമില്ല, പക്ഷേ മോഹനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം മോഹനെ നമ്പറാക്കാൻ നിങ്ങൾക്ക് പറ്റൂല. അതൊരു പേരല്ലേ, അതിനെ നമ്പറാക്കി മാറ്റാൻ പറ്റൂല. പക്ഷേ ഒരു ഡെസിമലായിരുന്ന ഒരു ഫ്ലോട്ട്, ഒരു ഡെസിമൽ വാല്യൂ ഉണ്ടായിരുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു നമ്പറിനെ എന്താക്കി നമ്മൾ ഇൻറ്റീജറാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? എന്തെങ്കിലും സംഭവിക്കും അവിടെ. നമ്പർ ആകുമ്പോൾ, ഇൻറ്റീജർ ആകുമ്പോൾ അവൻ്റെ ആ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ അങ്ങ് മുറിച്ച് കളഞ്ഞു അല്ലേ. 5.9 ഉണ്ടായിരുന്നത് അവൻ ഫ്ലോട്ടിലേക്ക് വന്നപ്പോൾ എന്തായി? അവനങ്ങ് എടുത്ത് മുറിച്ച് കളഞ്ഞു അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഡാറ്റ ടൈപ്പ് കൺവേർഷൻ നടക്കുന്നത്. ഇതിനകത്തും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് ഇന്ന് മതി ഡാറ്റ ടൈപ്പിൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാം. ഇന്നത്തെ ഉദ്ദേശം അതാണ്. എന്താണ് വേരിയബിൾ, എന്താണ് ഡാറ്റ ടൈപ്പ്, അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ. അതിനെന്ത് മതി? ഇന്നിത് മതി. ഓക്കെ. ഇനി ഞാൻ ചില ടിപ്സ് പറഞ്ഞു. നമ്മൾ പലപ്പോഴും ഈ പ്രോഗ്രാം ചെയ്യുമ്പം പല ഡെവലപ്പേഴ്സും കാണിക്കുന്ന ചില സംഭവമാണ്. നമ്മളിപ്പോൾ വേരിയബിളിന് പേരിടാൻ പറഞ്ഞു. വേരിയബിളിന് എങ്ങനെയൊക്കെ പേരിടാം? A = 10 റെഡിയോ ഇല്ല. നമ്മൾ ഏജ് ഈക്വൽ ടു നേരത്തെ കൊടുത്തിരുന്നു, എറർ അടിച്ചിട്ടില്ല. X = 10 ആണ് കൊടുത്താലും കിട്ടുക. എന്നാൽ A2 = 90 എന്ന് കൊടുത്താലോ എറർ അടിക്കുമോ? ഇല്ല. 2A എന്ന് കൊടുത്താലോ എറർ അടിക്കും. കാരണം എന്താ? ഇവനങ്ങനെ സമ്മതിക്കുന്നില്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത്. അപ്പോൾ വേരിയബിളിന് പേര് കൊടുക്കുമ്പം ഇങ്ങനെ ചില കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ആൽഫബറ്റ്സിലായിരിക്കണം, നമ്പറിൽ പറ്റില്ല. ഇനി നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വല്ലതും യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനെ കൊടുത്തു നോക്കാം. _A എന്ന് കൊടുത്താലോ പറ്റും അല്ലേ. A_ എന്ന് കൊടുത്താലോ അതും പറ്റും, അവന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? വേരിയബിൾ നെയിം കൊടുക്കുമ്പം ആൽഫബറ്റ്സ് വേണം. എന്ത് പറ്റില്ല? നമ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ത് പറ്റും? ആൽഫബറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്പർ കൊടുക്കാം. പിന്നെ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും അത് റീഡബിൾ ആയിട്ടുള്ള പേരുകൾ കൊടുക്കാൻ ശ്രമിക്കാം. നേരത്തെ നമ്മൾ കൊടുത്ത പോലെ ഏജ് എന്നോ നെയിം എന്നോ ഹൈറ്റ് എന്നൊക്കെ കൊടുക്കുക. ABC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വലിയ പ്രോഗ്രാം എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും. അപ്പം തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? ഇങ്ങനെ ശീലിക്കാം. ഏജ് എന്നും ഒക്കെ പറഞ്ഞിട്ട് ഏജ്, അല്ലെങ്കിൽ ഏജ് എന്നല്ല, എന്താണോ എന്ത് വാല്യൂ ആണോ നിങ്ങളവിടെ സ്റ്റോർ ചെയ്യുന്നത് അത് മനസ്സിലാകുന്ന രീതിയിലേക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഡാറ്റ ടൈപ്പ്, വേരിയബിൾ, ഡാറ്റ ടൈപ്പിൽ കുറച്ച് ബേസിക് ഡാറ്റ ടൈപ്പും കുറച്ച് കളക്ഷൻ ടൈപ്പൊക്കെ പഠിച്ചു. ഇനിയും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പുറത്ത് ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും അല്ലേ. അതൊക്കെ നമുക്ക് പഠിക്കാം. ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്, അതിലെല്ലാം നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മളിത് പഠിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. താങ്ക് യു. ബൈ.